Good morning to all. Today's topic is relational data model. What is relational data model? Relational data model represents tables. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റിലേഷണൽ ഡാറ്റ മോഡൽ റെപ്രസെന്റ്സ് ദ ഡാറ്റാബേസ് ആസ് എ കളക്ഷൻ ഓഫ് റിലേഷൻസ്. അത് കളക്ഷൻ ഓഫ് ടേബിൾസ് ആയിട്ടാണ് ഡാറ്റാബേസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. റിലേഷൻ ഈസ് നത്തിങ് ബട്ട് എ ടേബിൾ ഓഫ് വാല്യൂസ്. Every row in table represent a collection of related data values. ഓരോ റോ വാല്യൂ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ഡാറ്റ വാല്യൂസ് ആയിരിക്കും. ഇപ്പൊ സ്റ്റുഡന്റ് റെക്കോർഡ് ആണെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ റിലേറ്റഡ് വാല്യൂസ് ആയിരിക്കും ഒരു റോയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവാം. These rows in the table denote a real world entity or relationship. നമ്മൾ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻറ്റിറ്റിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ഡാറ്റാസ് ആണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും ആയിരിക്കും ടേബിളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് ഒരു എൻറ്റിറ്റി ആണ്. ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന എൻറ്റിറ്റിന്റെ റിലേറ്റഡ് ഡാറ്റാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ റോ വാല്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. The table name and column name are helpful to interpret the meaning of values in each row. ടേബിളിന്റെ നെയിമും അതുപോലെ തന്നെ കോളം നെയിമും നമ്മൾ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഓരോന്നിൻ്റെ അകത്തും എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു കോളത്തിന് കോളം 1, കോളം 2, കോളം 3 എന്നാണ് ഹെഡിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോളത്തിന്റെ അകത്ത് എന്ത് ഡാറ്റയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ നെയിം, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്ത് മനസ്സിലാക്കാം, നെയിം എന്നുള്ള വാല്യൂസ് ആണ് കോളത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏജ് എന്നുള്ള വാല്യൂസ് ആണ് കോളത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. The data are represented as a set of relations. ഡാറ്റയാണ് സെറ്റ് ഓഫ് റിലേഷൻസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻ ദ റിലേഷണൽ മോഡൽ ഡാറ്റ ആർ സ്റ്റോർഡ് ആസ് ടാബിൾസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ടാബിൾസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് ആട്രിബ്യൂട്ട്സ് നോക്കാം. അതായത് റിലേഷണൽ മോഡൽ കൺസെപ്റ്റ്, റിലേഷണൽ മോഡലിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആട്രിബ്യൂട്ട്, നമുക്കറിയാം ആട്രിബ്യൂട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അല്ലെ. ഈച്ച് കോളമിന്റെ ടേബിൾ ആണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് ആർ ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡിഫൈൻ എ റിലേഷൻ. അതായത് ഒരു എൻറ്റിറ്റിന്റെ റിലേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റിന്റെ നെയിം, സ്റ്റുഡന്റിന്റെ ID, മാർക്ക്, അതൊക്കെ ആയിരിക്കും ആട്രിബ്യൂട്ട്. എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയിന്റെ ID, നെയിം, ഡിപ്പാർട്ട്മെന്റ്, അതൊക്കെ ആയിരിക്കും ആട്രിബ്യൂട്ട് ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റുഡന്റ് റോൾ നമ്പർ, നെയിം, എക്സെട്ര എന്ന് പറയുന്നതാണ് ആട്രിബ്യൂട്ട് ആയിട്ട് എടുക്കുന്നത്. ദെൻ ടേബിൾ, ടേബിൾ എന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റ മോഡലിൽ പിന്നെ ഡാറ്റാസിനെയൊക്കെ നമ്മൾ റിലേഷൻസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ റിലേഷൻസ് എന്ന് പറയുന്നത് ടേബിൾസ് ആണ്. ഇറ്റ് ഈസ് സ്റ്റോർഡ് അലോങ് വിത്ത് ഇറ്റ്സ് എൻറ്റിറ്റി. ഓരോ ടേബിളും അതിന്റെ എൻറ്റിറ്റിനെ ഒന്നിച്ചാണ് സ്റ്റോർ ചെയ്യുന്നത്. ടേബിളിന്റെ നെയിം എന്ന് പറയുന്നത് എൻറ്റിറ്റിന്റെ നെയിം ആയിരിക്കും. A table has two properties, rows and columns. ടേബിളിന് റോസും ഉണ്ടാവും അതുപോലെ തന്നെ കോളംസും ഉണ്ടാവും. കോളംസ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ് ആണ്, റോസ് എന്ന് പറയുന്നത് റിലേറ്റഡ് ഡാറ്റയാണ്. റോസ് റെപ്രസെന്റ് റെക്കോർഡ്സ് ആസ് റെക്കോർഡ്സ് ആൻഡ് കോളംസ് റെപ്രസെന്റ്സ് ആട്രിബ്യൂട്ട്സ്. ദെൻ ടപ്പിൾ, ടപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ വാല്യൂനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടപ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ സിംഗിൾ റോ ഓഫ് എ ടേബിൾ വിച്ച് കണ്ടെയ്ൻ സിംഗിൾ റെക്കോർഡ്. ഒരു സ്റ്റുഡന്റിന്റെ ഇപ്പം S1 എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റിന്റെ റെക്കോർഡ് ആയിരിക്കും ഒരു റോ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിന്റെ റെക്കോർഡ് റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു റോ വാല്യൂനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടപ്പിൾ എന്ന് പറയുന്നത്. ദെൻ റിലേഷൻ സ്കീമ. A relation schema represent the name of the relation with its attribute. റിലേഷൻ സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷന്റെ നെയിം വിത്ത് ആട്രിബ്യൂട്ട്. സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് ബ്രാക്കറ്റിനുള്ള സ്റ്റുഡന്റ് നെയിം, സ്റ്റുഡന്റ് ഏജ്, സ്റ്റുഡന്റ് മാർക്ക്, അങ്ങനെ വരുന്നതാണ് റിലേഷൻ സ്കീമ എന്ന് പറയുന്നത്. ദെൻ ഡിഗ്രി, ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് വിച്ച് ഇൻ ദ റിലേഷൻ ഈസ് കോൾഡ് ദ ഡിഗ്രി ഓഫ് റിലേഷൻ. അതായത് നമ്പർ ഓഫ് കോളത്തിനെയാണ് എന്ത് പറയുന്നത് ഡിഗ്രി എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോളമാണ്. അപ്പൊ നമ്പർ ഓഫ് കോളത്തിനെയാണ് എന്ത് പറയുന്നത് ഡിഗ്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാർഡിനാലിറ്റി, കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് റോ റെപ്രസെന്റ് ഇൻ എ ടേബിൾ. ഇപ്പൊ നമ്മളൊരു സ്റ്റുഡന്റ് ടേബിളിൽ 50 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളതെങ്കിൽ 50 എന്ന് പറയുന്നതായിരിക്കും കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ. ഡിഗ്രി എന്ന് പറയുന്നത് ആ ടേബിളിൻ്റെ അകത്ത് നിങ്ങൾ 5 കോളം വാല്യൂസ് ആണ് ഉള്ളതെങ്കിൽ 5 ആയിരിക്കും ഡിഗ്രി ഓഫ് ദ ടേബിൾ എന്ന് പറയുന്നത്. ദെൻ കോളം, കോളം ദ കോളം റെപ്രസെന്റ് ദ സെറ്റ് ഓഫ് വാല്യൂ ഫോർ എ സ്പെസിഫിക് ആട്രിബ്യൂട്ട്. ഓരോ കോളത്തിന്റെ അകത്ത് എന്താ ഉണ്ടാവുക, ആ
ആ കോളത്തിന്റെ അകത്തുള്ള ഇപ്പം നമ്മൾ ഈ നെയിമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നെയിമിന്റെ അണ്ടറിൽ വരുന്ന ഡാറ്റാസ് ആണ് എന്ത് വരിക കോളത്തിനകത്തുണ്ട്. അപ്പോൾ ആട്രിബ്യൂട്ടിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ആണ് കോളത്തിന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത്. Then relation instance. Relation instance is a finite set of tuple in RDBMS, Relational Database Management System. Relation instance never have duplicate tuple. അതായത് റിലേഷൻ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ഓഫ് ടപ്പിൾസ് ആണ്. ഫൈനൈറ്റ് സെറ്റ് ഓഫ് ടപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസ് തന്നെ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാവാൻ വേണ്ടി പാടില്ല, ഡ്യൂപ്ലിക്കേറ്റ് ടപ്പിൾസ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞത്. റിലേഷൻ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് 2 പ്രാവശ്യം ടേബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവാൻ വേണ്ടി പാടില്ല. ദെൻ റിലേഷൻ കീ. റിലേഷൻ കീ എന്ന് പറയുന്നത് എവറി റോ ഹാസ് 1, 2 or multiple attributes which is called a relation key. അപ്പോൾ ഒരു കീ റെപ്രസെന്റ് ചെയ്യുന്നത്, കീ എന്നുള്ള സാധനം നമ്മൾ നേരത്തെ പഠിച്ചാണ്, യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആട്രിബ്യൂട്ട്സിന്റെ കളക്ഷനെ അല്ലെങ്കിൽ 1 or more ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കീ എന്ന് പറയുന്നത്. അപ്പോൾ റിലേഷൻ കീ ടേബിളിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ആട്രിബ്യൂട്ട് ഡൊമൈൻ. ആട്രിബ്യൂട്ട് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്രിബ്യൂട്ടിന്റെ അണ്ടറിൽ വരുന്ന സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. എവറി ആട്രിബ്യൂട്ട് ഹാസ് സം പ്രീഡിഫൈൻഡ് വാല്യൂ ആൻഡ് സ്കോപ്പ് വിച്ച് ഇസ് നോൺ ആസ് ആട്രിബ്യൂട്ട് ഡൊമൈൻ. അപ്പോൾ ഓരോ ആട്രിബ്യൂട്ടിനും പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ വാല്യൂന്റെ സ്കോപ്പ് ഉണ്ടാവും, എവിടെയൊക്കെ നമുക്ക് ആ വാല്യൂനെ ആക്സസ് ചെയ്യാന്നുള്ളത് സ്കോപ്പ് വരുന്നത്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ആട്രിബ്യൂട്ട് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു റിലേഷണൽ ഡാറ്റാബേസ് എടുക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. ദെൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് കാണിക്കുന്നതാണ്. ഇപ്പൊ ടേബിൾ ഓൾസോ കോൾഡ് റിലേഷൻ. ടേബിളിന് എന്ത് പറയുന്നു, റിലേഷൻ എന്നും കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ കീ വാല്യൂസിന്റെ കേസ് പറഞ്ഞു. നമ്മളിപ്പോ കസ്റ്റമർ ഐ ഡി എന്ന് പറയുന്ന ഒരു യുണീക്ക് വാല്യൂ ആണ്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർ നെയിമും സ്റ്റാറ്റസും ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കസ്റ്റമർ ഐ ഡി എന്ന് പറയുന്നത് ഒരു കീ വാല്യൂ ആണ്, പ്രൈമറി കീ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ദെൻ ഡൊമൈൻ ആട്രിബ്യൂട്ട്. ഡൊമൈൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഇപ്പം കസ്റ്റമർ നെയിം എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ നെയിമിന്റെ അണ്ടറിൽ വരുന്ന വാല്യൂസ്, അതാണ് കസ്റ്റമറുടെ ഡൊമൈൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ദെൻ കോളം വാല്യൂ എന്ന് പറഞ്ഞാൽ കോളം അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് കസ്റ്റമർ ഐ ഡി, കസ്റ്റമർ നെയിം, സ്റ്റാറ്റസ് എന്ന് പറയുന്നതാണ് കോളം അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഡിഗ്രി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് കോളംസിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അതുപോലെ ഒരു ടപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റോ വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്, ടപ്പിൾ അല്ലെങ്കിൽ റോ എന്ന് പറയുന്നത്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് റോസിനെയാണ് നമ്മൾ കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പിക്ചറിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഓപ്പറേഷൻസ് ഇൻ റിലേഷണൽ മോഡൽ. 4 basic update operations performed on a relational database model. നമ്മൾ DML കമാൻഡ്, DDL കമാൻഡ് ഒക്കെ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ അതാണ് പറയുന്നത് നമ്മൾ റിലേഷണൽ ഡാറ്റ മോഡലിൽ യൂസ് ചെയ്യുന്ന കമാൻഡ്സ്, അതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇൻസേർട്ട് ഉണ്ട്, അപ്ഡേറ്റ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, സെലക്ട് ഉണ്ട്. ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്, റിലേഷണൽ മോഡൽ യൂസ് ചെയ്യുന്ന കമാൻഡ്. അപ്പൊ ഇൻസേർട്ട് ഈസ് യൂസ്ഡ് ടു insert data into a relation. Delete is used to delete tuples from the relation. അതുപോലെ തന്നെ മോഡിഫൈ എന്നുള്ളത് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മോഡിഫൈ അല്ലെങ്കിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന വാല്യൂസിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് അല്ലെങ്കിൽ മോഡിഫൈ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ സെലക്ട് എന്ന് പറയുന്നത് ഡാറ്റാസിനെ നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് എടുത്തിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സെലക്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് റിലേഷണൽ മോഡൽ. ഫസ്റ്റ് പറയുന്നത് സിംപ്ലിസിറ്റി. റിലേഷണൽ ഡാറ്റ മോഡൽ ഈസ് സിംപ്ലർ ദാൻ ദ ഹയറാർക്കിക്കൽ ഓർ നെറ്റ്വർക്ക് മോഡൽ. നമുക്കറിയാം, ജസ്റ്റ് എക്സലിലൊക്കെ കാണുന്ന പോലെ, മൈക്രോസോഫ്റ്റ് എക്സലിലൊക്കെ കാണുന്നത് പോലെ ജസ്റ്റ് ഒരു ടാബുലാർ ഫോർമാറ്റിലുള്ള റെപ്രസെന്റേഷൻ ആണ് റിലേഷണൽ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ബാക്കിയുള്ള ഹയറാർക്കിക്കൽ മോഡൽ, നെറ്റ്വർക്ക് മോഡലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് റിലേഷണൽ മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ്. The relational database is only concerned with the data and not with the structure. This can improve the performance of the model. നമ്മളിപ്പോൾ ടാബുലാർ റെപ്രസെന്റ് എന്ന് പറഞ്ഞാൽ ആ ടേബിളിന്റെ കേസ് ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റയ്ക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ ഇൻഡിപെൻഡന്റ് ആണ് അതിന്റെ. ഇപ്പം നമ്മൾ ഹയറാർക്കിക്കൽ മോഡൽ ആണെങ്കിൽ എന്ത് വരുന്നുണ്ട്, ഒരു പാരന്റ് ഉണ്ടാവും, ചൈൽഡ് ഉണ്ടാവും, ആ ഒരു റെപ്രസെന്റേഷൻ സ്ട്രക്ചറിനെ നമ്മൾ ഫോളോ ചെയ്യണം. പക്ഷെ ടാബുലാർ ഫോർമാറ്റിലാകുമ്പോൾ നമുക്ക് ആ സ്ട്രക്ചറിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ദെൻ ഈസി ടു യൂസ്. റിലേഷണൽ മോഡൽ
ഈസ് ഈസി ആസ് ടാബിൾസ്. ടാബിൾ നമ്മൾ എക്സലിലൊക്കെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം എത്ര പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ റോസ് ആൻഡ് കോളംസ് വെച്ചിട്ട് ഒരു ടാബുലാർ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ആക്സസ് ചെയ്യാനൊക്കെ ഈസിലി പറ്റുന്ന ഒരു കേസാണ് റിലേഷണൽ മോഡൽ എന്ന് പറയുന്നത്. Then query capability. It makes possible for a high level query language like SQL to avoid complex database navigation. അപ്പോൾ നമുക്ക് SQL queries നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ SQL queries എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഡാറ്റാബേസിലെ queries എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ queryനെ കൊണ്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ റിലേഷണൽ മോഡലിൽ ഈസിലി പറ്റുന്നതാണ്. Next is data independence. The structure of a database can be changed without having to change any application. നമുക്കിപ്പം ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ഏതൊരു ആപ്ലിക്കേഷൻസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സ്കെയിലബിൾ ആണ്. അതായത് റിഗാർഡിംഗ് എ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഓർ റോ and the number of fields, database should be enlarged to enhance its usability. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 കോളം ഉള്ള ഒരു ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്തുള്ളത് വിചാരിക്കുക. നമുക്ക് സഡൻലി വേറെ ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൂടെ കോളംസ് ആഡ് ചെയ്യാം അല്ലെ. അപ്ഡേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ. ഓൾട്ടർ ടേബിൾ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ. അതുപോലെ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്ട്രാ വാല്യൂസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ടാബുലർ ഫോർമാറ്റ് എന്ന് പറയുന്നത് സ്കെയിലബിൾ ആണ്. കോളംസും ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ റോ വാല്യൂസും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കോളംസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കോളംസ് ഡിലീറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് റിലേഷണൽ മോഡൽ പറയുന്നത്. ഇപ്പൊ ഇതൊരു റിലേഷണൽ മോഡലിന് സെപ്പറേറ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത് ഒരു കുറച്ച് ഡീറ്റെയിൽസ് അധികം ഉണ്ട്, ഇത് മുഴുവനൊന്നും വേണ്ട. എന്നാലും നിങ്ങളൊരു മാർക്ക് നോക്കിയിട്ട് ഇപ്പൊ എസ്എ ക്വസ്റ്റ്യൻ പോലെയുള്ളതിനൊക്കെ റിലേഷണൽ മോഡൽ ചോദിക്കുവാണെങ്കിൽ അത്യാവശ്യം ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് പഠിക്കാം.